1991-ലെ സിംഗപ്പൂർ എയർലൈൻസ് വിമാന റാഞ്ചിൽ സംഭവവുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുൻ സിംഗപ്പൂർ നയതന്ത്ര പ്രതിനിധി ബിലഹാരി കൌസിഗൻ. മാർച്ച് 26, 1991-ലാണ് മലേഷ്യയിൽ നിന്ന് പുറപ്പെട്ട വിമാനം 4 പാകിസ്ഥാൻ സ്വദേശികളായ ഭീകരർ റാഞ്ചിയത്. 114 യാത്രക്കാരും 11 ജീവനക്കാരുമടക്കം വൻ സംഘമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. റാഞ്ചിയ വിമാനം സിംഗപ്പൂരിലെ ചാംഗി വിമാനത്താവളത്തിലിറക്കിയ ശേഷം യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഭീകരർ. റാഞ്ചികളുമായി ചർച്ച നടത്താനുള്ള ചുമതല ബിലഹാരി കൌസിഗനായിരുന്നു. അന്ന് പാകിസ്ഥാനിൽ പ്രതിപക്ഷ നേതാവായിരുന്ന ബേനസീർ ഭൂട്ടോയെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ അനുഭവം അദ്ദേഹം പങ്കുവച്ചു. ബേനസീർ ഭൂട്ടോയുടെ വസതിയിൽ വിളിച്ചപ്പോൾ ഉറുദു മാത്രം അറിയാവുന്നവരാണ് ഫോണെടുത്തത്. ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച മറുപടി മാടം ഉറക്കത്തിലാണ്, ശല്യപ്പെടുത്താനാവില്ല എന്നായിരുന്നു. തുടർന്ന് ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം സാധ്യമല്ലെന്ന് കണ്ട് സിംഗപ്പൂർ കമാൻഡോകൾ മിന്നൽ ആക്രമണത്തിലൂടെ റാഞ്ചികളെ വധിച്ച് ബന്ദികളെ സുരക്ഷിതമായി മോചിപ്പിക്കുകയായിരുന്നു. നയതന്ത്ര തലത്തിൽ പാകിസ്ഥാൻ രാഷ്ട്രീയക്കാർ സമയം പാഴാക്കുന്നവരാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.